ജാംനഗറിലൊരു സെമിനാർ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്ത് ജാംനഗറിൽ 2 ദിവസത്തെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ട്രെയിനിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. 2 ദിവസത്തെ സെമിനാർ ആണെങ്കിൽ നമുക്ക് ട്രാവൽ എല്ലാം കൂടി കൂട്ടുമ്പോൾ 6 ഡേയ്സ് ആയിരുന്നു കേട്ടോ നമ്മൾ ഈ സെമിനാറിന് വേണ്ടി എടുത്തത്. വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. അതെ, പൊങ്കാല ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ സെമിനാറിന് പോകുന്നത്. രാവിലെ 11 മണിയുടെ ട്രെയിനായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. പൊങ്കാല ദിവസം ആയതുകൊണ്ട് തന്നെ ഊബറും റാപ്പിഡോയും ഒക്കെ കിട്ടാൻ പാടാന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ലഗേജും അത്യാവശ്യ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് ആദ്യമേ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ലാസ്റ്റ് കുറച്ച് ഫുഡ് ബാക്കി ഉണ്ടാക്കാനും അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും അപ്പവും ലാസ്റ്റായിരുന്നു സ്റ്റേഷനിലോട്ട് വന്നത്. അപ്പോൾ സ്റ്റേഷനിൽ വന്ന് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളെല്ലാവരും ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നേ. ഒരാൾക്ക് മിനിമം 2 ബാഗ് വെച്ച് ഒരുപാട് ബാഗുകളുണ്ടായിരുന്നു അപ്പം നമുക്ക് പോകാൻ. അങ്ങനെ കാത്തിരുന്ന് ട്രെയിൻ വന്നു. നമുക്ക് ടിക്കറ്റ് ആണെങ്കിൽ കിട്ടിയതും കുറച്ച് പേർക്ക് അടുത്തടുത്തും കുറച്ച് പേർക്ക് കുറച്ച് മാറിയായിരുന്നു. പക്ഷെ നമുക്ക് സെയിം ബോഗി തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാം അടുത്തടുത്ത് സീറ്റ് റെഡിയാക്കി കേട്ടോ. കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ടോ. നല്ല വിശന്നായിരുന്നു, ചൂടൊക്കെ ആയതുകൊണ്ട്. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കഥകളൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഗെയിം കളിച്ചിട്ടോ. ചീട്ട് വെച്ചിട്ട് കുറച്ച് ഗെയിമാണ്. സത്യത്തിൽ അങ്ങോട്ട് പോയ വഴിക്ക് ഫുള്ള് നമ്മൾ ഈ ഗെയിം കളിച്ചുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചാണെങ്കിൽ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ അങ്ങനെ ഷെയർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏറെക്കുറെ തൃശ്ശൂർ കഴിഞ്ഞ് ഷൊർണൂർ എത്താനായിട്ടുണ്ടായിരുന്നേ. ഷൊർണൂരിൽ നിന്ന് നമ്മൾ ചായ കുടിക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ശ്രീലുവിൻ്റെ ഹസ്ബൻഡ് ഷൊർണൂരാണുള്ളത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ശ്രീലുവിനെ കാണാൻ അനീഷ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും സ്റ്റേഷൻ എത്തിയപ്പോൾ അനീഷിനെ കാണാൻ വേണ്ടിയിട്ടും ചായ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങി. പിന്നെ ചായയൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു കയറിയതേ. എനിക്ക് ട്രെയിൻ പേടിയായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ട്രെയിനിൽ കയറി നിന്നു കേട്ടോ. എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി കേട്ടോ. കോഴിക്കോട് എത്തിയപ്പോൾ കോഴിക്കോടുകാരുടെ ചെറിയൊരു ഷോ ആണ് ഈ കാണുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള മയൂർ കോഴിക്കോടുള്ള ശരണ്യയോട് അവളുടെ വീട്ടിലത്തെ നാടിനെക്കുറിച്ചും അവളുടെ നാടിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുക. ഫസ്റ്റ് ഡേ തന്നെ ഡിന്നറിനുള്ള ചപ്പാത്തിയും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരും നേരത്തെ കിടന്നു. എൻ്റെ സീറ്റ് അപ്പറായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും വീഡിയോ അപ്പുറ സൈഡിലും ഇപ്പുറ സൈഡിലും കിടക്കുന്ന എല്ലാവരുടെയും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. സെക്കൻഡ് ഡേ രാവിലെ ഞാൻ എണീക്കുന്ന തന്നെ എല്ലാവരുടെയും വർത്താനവും ബഹളവും കേട്ടിട്ടാണ്. ഞാൻ അപ്പറായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ എണീറ്റ് വന്നത്. ഞാൻ എണീക്കുന്ന മുമ്പ് ഇവരെല്ലാവരും ചായയും കുടിച്ച് ബ്രഷും ചെയ്തിട്ടിരിക്കുമായിരുന്നു. ഈ സെക്കൻഡ് ഡേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. പിന്നെ എല്ലാ തവണത്തെ പോലെ തന്നെ നമ്മൾ ചീട്ടുകളി പിന്നെയും പുനരാരംഭിച്ചേ. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേര് നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കേട്ടോ. ഒരാൾ മഹാരാഷ്ട്രക്കാരും ഒരാൾ ഗുജറാത്തുകാരനുമായിരുന്നേ. പിന്നെ എല്ലാ നാട്ടുകാർക്കും ചീട്ടുകളി അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ സമയമൊന്നും കളയേണ്ട വന്നില്ല കേട്ടോ. ഗുജറാത്തിൽ നിന്നിട്ട് എനിക്ക് പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയ വഴിക്കാണ് എനിക്ക് അതിൻ്റെ അക്സെപ്റ്റൻസ് മെയിൽ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രെയിനിൽ തന്നെ ചെയ്യുന്ന കുറച്ച് പ്രസൻറ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേ രാവിലെ തന്നെ നമ്മൾ ഗുജറാത്ത് ബോർഡർ കടന്നിട്ടുണ്ടായിരുന്നേ. ഗുജറാത്തിൽ വാപ്പിയിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു മയൂരിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമുക്ക് ഇന്ന് സെക്കൻഡ് ഡേ വൈകുന്നേരത്തിനുള്ള ഫുഡും നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ കണ്ട് ജസ്റ്റ് പരിചയപ്പെട്ടിട്ട് നമ്മൾ ഫുഡൊക്കെ ആയിട്ട് ട്രെയിനിൽ തിരിച്ചു കയറി കേട്ടോ. നമ്മൾ ഫസ്റ്റ് കഴിച്ചത് പാവ് ഭാജി ആയിരുന്നു. ഗുജറാത്തിലെ ഫേമസ് ആയിട്ടുള്ള പാവ് ഭാജി. അത് ഹോം മെയ്ഡ് ആയിരുന്നു. ഭയങ്കര യമ്മി ആൻഡ് ടേസ്റ്റി ആയിരുന്നു കേട്ടോ. തേർഡ് ഡേ മോർണിംഗ് ഒരു 4:30 ആയപ്പോൾ നമ്മൾ ജാംനഗർ എത്തി കേട്ടോ. അപ്പം നമ്മുടെ ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പും ജാംനഗർ തന്നെയായിരുന്നേ. അപ്പം നമ്മുടെ സ്റ്റോപ്പിലെത്തി നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് രാവിലെ പോകുമായിരുന്നേ. ജാംനഗർ സ്റ്റേഷനിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്ത സ്ഥലമുള്ളത്. അപ്പം നമ്മളിവിടെ ജാംനഗർ ഇറങ്ങിയിട്ട് റാപ്പിഡോ എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഒറ്റ റാപ്പിഡോയിൽ എല്ലാവരും പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് റാപ്പിഡോയിൽ ഒരു 3 പേരും ആ കൂട്ടത്തിൽ ഹിന്ദി അറിയുന്നൊരു 2 പേരും പോയി. പിന്നെ അടുത്ത റാപ്പിഡോയിൽ ബാക്കി ഞങ്ങളെല്ലാവരും ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ ഇവിടെ ബാക്കിലത്തെ സീറ്റിലൊക്കെ ആളെ ഉൾക്കൊള്ളിച്ചിട്ടായിരുന്നു ഞങ്ങളങ്ങനെ ചെന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ രാവിലെ നമ്മുടെ സ്റ്റേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്.